പ്രിയ കലാസ്നേഹികളെ, സ്കിവറിൻ കലാനിലയത്തിൻ്റെ മൂന്നാമത് നാടകം അവസാന നിമിഷം. കഥാ ആവിഷ്കാരം ഷിബു കുഞ്ചിറ. രംഗപട്ടം രാജീവ് കുറ്റിപ്പുറം. ശബ്ദവും വെളിച്ചവും ഷാൻഡപ്പൻ തോട്ടിൻകര. ഗതാഗതം പ്രതീഷ് പാപ്പനിശ്ശേരി. കലാസംവിധാനം ഐബിൻ അയ്യപ്പൻ കോവിൽ. സ്റ്റേജ് നിർവഹണം വിജയ് വാളയാർ. ഗാനരചന സക്രിയ മൂലമറ്റം. ഗായകർ മെർലിൻ മാനാർ, ജോഷി മസനഗുഡി. മീഡിയ സഹകരണം ജിവിൻ കോട്ടയ്ക്കൽ. സംഘടനം വിജേഷ് വെഞ്ഞാറമൂട്. ഛായാഗ്രഹണം റെൻസ് അട്ടപ്പാടി. നാടക നിർമ്മാണം ലൈജു കട്ടപ്പന. സംഭാഷണം സംവിധാനം ജോഷി മസനഗുഡി. ഒച്ചയും ബഹളവും അത് ദയവായി നിങ്ങൾ ഉണ്ടാക്കരുതേ പ്ലീസ്. അന്തരിച്ച മഹാനായ സാഹിത്യകാരൻ ശ്രീ സോമൻ പൂവാലൻ കുന്നേലിൻ്റെ വിശ്വപ്രസിദ്ധമായ മഹാകാവ്യത്തിൻ്റെ ഏടിൽ നിന്നും ചീന്തിയെടുത്ത ഒരു പ്രശസ്ത ഭാഗമാണ് ഞങ്ങളിവിടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് സ്റ്റേജിന് മുമ്പാകെ വയറിളകി കിടപ്പുണ്ട്. ദയവായി ആരും അതിൽ ചവിട്ടരുത്. മറ്റൊരു പ്രത്യേക അറിയിപ്പ്: ഈ ഗ്രൗണ്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ ലൈറ്റുകളും അണച്ചു തരണമെന്ന് കമ്മിറ്റിക്കാരോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടാക്കാതെയും ഈ നാടകം സുഗമമായി അവതരിപ്പിക്കുന്നതിനും അത് നല്ല രീതിയിൽ ആസ്വദിക്കുന്നതിനുമുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അടുത്തൊരു ബെല്ലോട് കൂടി ഈ നാടകം ആരംഭിക്കുകയായി. എന്നാൽ ഞങ്ങളിത് ആരംഭിക്കട്ടെ. അവസാന നിമിഷം. ദേവതേ സൽക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുയർത്തൂ, സർഗസംഗീതമുയർത്തൂ. സൽക്കലാദേവിതൻ ചിത്രഗോപുരങ്ങളെ സർഗസംഗീതമുയർത്തൂ, സർഗസംഗീതമുയർത്തൂ. വിശ്വസ്നേഹത്തിന്റെ പൊന്മണി വീണയിൽ വിസ്മയഗീതമുയർത്തൂ, വിസ്മയഗീതമുയർത്തൂ. ശങ്കരൻകുട്ടിയെ വിളിക്കാൻ ആള് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എടോ ശങ്കര, താൻ ഇതുവരെ എവിടെ പോയി കിടക്കുമായിരുന്നു? എൻ്റെ വർക്കിച്ച, ഞാൻ പാടത്തായിരുന്നു. വിവരം അറിഞ്ഞ ഉടനെ ഞാനിങ്ങ് ഓടിപ്പോരുകയായിരുന്നു. കഴിഞ്ഞു? ഇല്ല. വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചു? സഹിക്കാൻ പറ്റുന്നില്ല. നേരാ, എനിക്കും സഹിക്കാൻ പറ്റുന്നില്ല.
എടോ, താൻ ഈ വിവരം നമ്മുടെ മാധവ മാഷിനെ അറിയിച്ചായിരുന്നോ? ആ ദേ മാധവ മാഷ് വരുന്നുണ്ടല്ലോ. ആ, എല്ലാരും ഉണ്ടല്ലോ. ഞാൻ എത്താൻ വളരെ വൈകിയോ? ആ കടത്തുകാരൻ അലിയാർ ഇങ്ങോട്ട് വരുന്നത് ഞാൻ കണ്ടതാണല്ലോ. ഇങ്ങെത്തിയില്ലേ? ആ, അറിഞ്ഞ സ്ഥിതിക്ക് അലിയാര് വരാതിരിക്കില്ല. ആ ദേ അലിയാര് വരുന്നുണ്ടല്ലോ. ഭഗവാനെ കാത്തു. കടവിലെത്തിയപ്പോഴാ നമ്മള് വിവരം അറിയണത്. ഇന്ന് ചന്ത ദിവസമല്ലേ? ആൾക്കാരെ അക്കരെ കടത്തിവിടാതിരിക്കാൻ പറ്റുമോ? അത് കഴിഞ്ഞ വഴി നമ്മളിങ് ഓടിപ്പോരുക ചെയ്തത്. നീ ആ വീരാന്റെ മോനല്ലേ? നീ എപ്പോഴാ പേർഷ്യന്ന് വന്നത്? അങ്ങാടി വന്ന് ഇറങ്ങിയപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത്. പൊരയിൽ പോലും പോവാണ്ട് നേരിങ്ങി പോന്നു. എന്റെ രാഘവ, തനിക്ക് ഇത്ര മേലാഞ്ഞിട്ടും താൻ എന്തിനാ ഇപ്പോ വന്നത്? എനിക്ക് തീരെ മേലായിരുന്നു. പക്ഷെ ഇതറിഞ്ഞപ്പോ ഉള്ളീന്നൊരാന്തല കേട്ടപാടെ ഞാനിങ്ങ് പോന്നു. കഴിഞ്ഞു. എന്നാ നമുക്കിനി അടുത്ത കടവിലോട്ട് പോകാം. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിനിറങ്ങി ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്തു കമഴ്ത്തി. ചെമ്പൊന്നിൻ ചെപ്പുകുടം കടവത്ത് കമഴ്ത്തി. തമ്പുരാട്ടി കുളിർ നീരിൽ മുങ്ങാങ്കുടിയിട്ടല്ലോ. ആറാട്ടുകടവിങ്കൽ അരയ്ക്കൊപ്പം വെള്ളത്തിൽ പേരാറ്റിൽ പുലർമങ്ക നീരാട്ടിനിറങ്ങി. ഞങ്ങളുടെ ഈ നാടകം ഇവിടെ പൂർണ്ണമായിരിക്കുന്നു. ഞങ്ങളെ ഇത്രയും നേരം സഹിച്ചിരുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ നന്ദി, നമസ്കാരം.